എക്കണോമിക്സ് എക്സാമിൻ്റെ പബ്ലിക് എക്സാമിന് ഉറപ്പായിട്ടും നിങ്ങൾ നോക്കിയിട്ട് പോകേണ്ട എസ്എ ടോപ്പിക്കുകളാണ് പറയുന്നത്. ഈ ടോപ്പിക്കിൽ നിന്ന് ഷുവറായിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇതെൻ്റെ പ്രഡിക്ഷനാണ്. ഈ ടോപ്പിക്ക് നിങ്ങൾ എന്തായാലും പഠിച്ചിട്ട് പോകണം. ഇതിൽ നിന്ന് എസ്എ ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. ഇപ്പോൾ 8 മാർക്കിന് എസ്എ ക്വസ്റ്റ്യൻ ചോദിച്ചില്ലെങ്കിൽ ഒരു 5 മാർക്കിനാണെങ്കിലും ചോദ്യം ഇതിനകത്ത് നിന്ന് വരും. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ ടോപ്പിക്കാണ് ഉപഭോക്താവിൻ്റെ അനുകൂലതമ തിരഞ്ഞെടുപ്പ്, അല്ലെങ്കിൽ ഒപ്റ്റിമൽ ചോയ്സ് ഓഫ് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്നൊക്കെ പറയുന്ന ആ ഒരു ടോപ്പിക്ക്. അവിടെ എന്താണ് ഈ ഉപഭോക്താവിൻ്റെ അനുകൂലതമ തിരഞ്ഞെടുപ്പ്, അല്ലെങ്കിൽ ഉപഭോക്താവിൻ്റെ സന്തുലിതാവസ്ഥ എന്തെന്ന് അത് എഴുതണം. അത് കഴിഞ്ഞ് ഗ്രാഫ് വരച്ച് അതിൽ ഓരോരോ കാര്യങ്ങൾ അടയാളപ്പെടുത്തുകയാണ് വേണ്ടത്. മറ്റൊന്ന് കേന്ദ്ര ബാങ്കിൻ്റെ ചുമതലകളാണ്, ഫങ്ഷൻസ് ഓഫ് സെൻട്രൽ ബാങ്ക്. അത് നമ്മളിങ്ങനെ ഗ്രാഫൊന്നും വേണ്ട, അവിടെ നമ്മൾ കേന്ദ്ര ബാങ്കിൻ്റെ ചുമതലകൾ എഴുതുക, അണ്ടർലൈൻ ചെയ്യുക, അതിനുശേഷം ഓരോരോ ചുമതലകൾ എഴുതുക. പറ്റുവാണെങ്കിൽ അതൊന്ന് വിവരിക്കുമ്പോൾ കുറച്ചും കൂടി ഒരു മാർക്ക് കിട്ടും. പിന്നെ കേന്ദ്ര ബാങ്കിനെ കുറിച്ച്, സെൻട്രൽ ബാങ്കിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് എഴുതുക, അതെപ്പോഴാണ് നിലവിൽ വന്നത്, അതിനെക്കുറിച്ച് 1-2 വേർഡും കൂടി എഴുതിയാൽ അവിടെ അതാവും. പിന്നെ മൂന്നാമത്തേതാണ് പണപ്രധാനം നിയന്ത്രിക്കാനുള്ള മാർഗ്ഗങ്ങൾ. RBIയുടെ നയ ഉപാധികളെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ, പോളിസി ടൂൾസ് ടു കൺട്രോൾ മണി സപ്ലൈ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതെങ്ങനെയാണ് RBI പണപ്രധാനത്തെ നിയന്ത്രിക്കുന്നത്, അതിന് കുറച്ച് മാർഗ്ഗങ്ങളുണ്ട്. ആ മാർഗ്ഗങ്ങൾ എഴുതി അത് വിശദീകരിക്കുകയാണ് വേണ്ടത്. പിന്നെ മെഷർമെൻറ്റ് ഓഫ് നാഷണൽ ഇൻകം, അതായത് ദേശീയ വരുമാനം കണക്കാക്കാനുള്ള രീതികൾ, 3 രീതികളുണ്ടല്ലോ. ആ 3 രീതികൾ ഏതൊക്കെയാണെന്ന് 3 മാർക്കിന് ചോദിക്കും. അതിൻ്റെ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് 3 വിവരിക്കാനും ഉണ്ടാവും. ഓക്കെ, ചില 3 വിവരിക്കാനായിട്ടൊക്കെ ചോദിക്കാറുണ്ട്. ദേശീയ വരുമാനം കണക്കാക്കുന്നുള്ള നാഷണൽ ഇൻകം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റൊന്ന് ലാഭം പരമാവധിയാക്കൽ, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. അവിടെ ലാഭം പരമാവധി ആക്കൽ എന്താണ്, അതോടൊപ്പം തന്നെ അത് നേടുന്നതിനുള്ള 3 വ്യവസ്ഥകളുണ്ടല്ലോ. പ്രോഫിറ്റ് മാക്സിമൈസ് ആവുന്നതിൻ്റെ വ്യവസ്ഥകൾ പറയുന്നുണ്ട്. അത് 3 ടോപ്പിക്കുകൾ. ഇതൊരു പ്രഡിക്ഷൻ വീഡിയോ കൂടിയാണ്. അപ്പം ഇത് എന്തായാലും ഉണ്ടാവും എക്സാമിന്. ഇത് പഠിക്കാത്തവരാണെങ്കിൽ പഠിച്ചാൽ ഒരു 16 മാർക്ക് കിട്ടും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഉടനെ കാണാം.